ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SCERT 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസമാണ് നോക്കുന്നത്. ഇവിടെ രാജ്യത്തെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും വളരെ വലുതും പ്രാധാന്യപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹ്യ ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയത്തിൽ നിന്ന് ഭരണഘടനയിലേക്ക്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറാക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ജവഹർലാൽ നെഹ്റു എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13 ഇനി അടുത്തത് ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതാധിഷ്ഠിത ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും സമത്വവും നൽകുന്ന സാഹോദര്യവും പുലർത്തുവാനും തീരുമാനിച്ചിരിക്കുക. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ 1949 നവംബർ 26 ഇതിനായി ഈ ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26. ഭരണഘടനയിലെ അതേ ആമുഖം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നു. ഭരണഘടനയുടെ സവിശേഷത. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ എത്ര വർഷം എടുത്തു? 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്നു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച 1946 ഡിസംബർ 6 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി. അപ്പോൾ എന്നാണ് ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചത്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയെ 22 ഭാഗങ്ങളായി 395 വകുപ്പുകളും 8 പട്ടികകളുമായാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണുള്ളത്? 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളുമായാണ് രൂപം കൊണ്ടത്. എന്നാണ് ഇന്ത്യൻ ഭരണഘടന വന്നത്? 1949 നവംബർ 26 അംഗീകരിച്ചത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 26 ഇന്ത്യ ഭരണഘടന നിലവിൽ വന്നു. 1950 ജനുവരി 26. ഭരണഘടനയുടെ ചില സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. എന്താണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യ ഭരണഘടന. പാർലമെന്ററി ജനാധിപത്യം, അതായത് കാര്യനിർവഹണത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ദൃഢവും അയവുള്ളതുമായ ഘടന. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഉണ്ട്. മാർഗനിർദ്ദേശ തത്വങ്ങൾ. ദ്വിമണ്ഡല
നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടുകൂടിയ ഫെഡറലിസം, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ കേന്ദ്രീകരണമാണിത്. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കപ്പെടുന്ന എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇനി അടുത്തത് ഭാഗം 1. അപ്പോൾ 22 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭാഗം 1 യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ് ഉൾപ്പെടുന്നത്. യൂണിയൻ്റെ പേരും ഭൂപ്രദേശവുമാണ് 1 വരുന്നത്. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിരിക്കും നമ്മുടെ ഭാരതം. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനായിരിക്കും. അപ്പോൾ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ വ്യവസ്ഥ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരങ്ങളെ കേന്ദ്രത്തിന് മേൽക്കൈയാണ്. ഏക പൗരത്വമാണ് ഭരണഘടനയുടെ പരമാധികാരം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയാണ്. അതിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരം കേന്ദ്രത്തിനായിരിക്കും. ഏക പൗരത്വമാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളെ കേന്ദ്രത്തിനാണ് മേൽക്കൈ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇനി അധികാര വിഭജനം 7ാം പട്ടികയിൽ. അപ്പം അധികാര വിഭജനം ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ്. 7ാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ. ഉദാഹരണം വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. സംസ്ഥാന ലിസ്റ്റിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന ലിസ്റ്റിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. ഏതൊക്കെയാണ്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം എന്നിവ സംസ്ഥാന ലിസ്റ്റിലാണ്. തുടക്കത്തിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. സമവർത്തി ലിസ്റ്റ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇത് 47 വിഷയങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. അവശേഷിക്കുന്ന അധികാരം റെസിഡ്യൂറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടുത്താത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഉദാഹരണം സൈബർ നിയമങ്ങളാണ്. അധികാരം വേർതിരിക്കൽ. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനങ്ങളെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ നിരീക്ഷണം ശ്രദ്ധിച്ചു. ഇന്ത്യൻ ഭരണ സംവിധാനത്തെ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെൻ്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്.
ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാം. നിയമനിർമ്മാണ സഭ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു. ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലുപ്പവും വൈവിധ്യവും ഉള്ള രാജ്യങ്ങൾ സാധാരണ അവയുടെ ദേശീയ നിർമ്മാണ സഭയെ രണ്ട് സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിന് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്ന് വെച്ചാൽ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടികളെ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക. അപ്പോൾ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരിചയപ്പെട്ടല്ലോ. പാർലമെന്റിന്റെ രണ്ട് സഭകളായ ലോക്സഭയും രാജ്യസഭയും പ്രധാന സവിശേഷതകൾ നോക്കാം. ലോക്സഭ. പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോക്സഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 2023 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യ ആനുപാതികമായ സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് രാജ്യസഭകൾ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇത് 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ആരംഭിക്കുന്ന രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിനും പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണം. ഇന്ത്യയെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റ് നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയെ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെടുത്തുന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായി ഭരണ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായി നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശങ്ങൾ അനുസൃതമായ ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. മന്ത്രി അല്ലാതെ പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ല് എന്ന് പറയുന്നത്. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അസാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്.
ഒരു ബില്ല് നിയമമാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ: ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന എന്ന് വെച്ചാൽ ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. മൂന്നാം വായന ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകൾ അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായി മാറുന്നു. ഭരണഘടനാ ഭേദഗതി. 61-ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ 61-ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86-ാം ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശമാണ്. 101-ാം ഭേദഗതി പ്രകാരം ചരക്കു സേവന നികുതി നിലവിൽ വന്നു. അപ്പോൾ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 18 വയസ്സ് പൂർത്തിയായ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാമെന്നുള്ളത്. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 101-ാം ഭേദഗതി പ്രകാരം ചരക്കു സേവന നികുതി നിലവിൽ വന്നു.